So let us go into the energetic session of our gym training. For what? Any guesses? Yes, for our mobility. That is the first step which you have to create before we are going to heavy exercises or long stretches. So let's start with the session. Let us go to the session of hamstring stretches. അതായത് ഹാംസ്ട്രിങ് ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണിത്. ഇത് 3 ടൈപ്പ് ഉണ്ട്. സ്റ്റാൻഡിങ് പൊസിഷനിൽ, അതുപോലെ സിറ്റിംഗ് പൊസിഷൻ, പിന്നെ നമുക്ക് ലേ ഡൗൺ ചെയ്തിട്ടുള്ള പൊസിഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് സ്റ്റാൻഡിങ് ഹാംസ്ട്രിങ് സ്ട്രെച്ചസ് ആണ്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ മസിൽസ്, അതായത് ഹാംസ്ട്രിങ് മസിൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് 3 ടൈപ്സ് ഓഫ് ഹാംസ്ട്രിങ് മസിൽസ് ഉണ്ട്. ഒന്ന് ബൈസെപ്സ്, ഫോർമിസ്, സെമി ടെൻറ്റിനോസസ്, പിന്നെ സെമി മെമ്പറൈനോസസ്. ഇത് 3ആണ് നമ്മളുടെ ഹാംസ്ട്രിങ് മസിൽസിനകത്ത് വരുന്നത്. ഇത് എവിടെ നിന്ന് ജോയിൻ ആകുന്നു? അതായത് നമ്മുടെ പെൽവിക് ബോണിൻ്റെ അറ്റത്ത് നിന്ന്, അതായത് ബോട്ടം ഓഫ് ദി പെൽവിക് ബോൺ തൊട്ട് നമ്മുടെ മുട്ട് തുടങ്ങുന്നത്, അതായത് നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ തൊട്ട് മുമ്പ് വരെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു 3 മസിലാണ് ഈ ഹാംസ്ട്രിങ് മസിൽസ്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മുടെ കാല് ഓടുമ്പോഴും, അതുപോലെ തന്നെ നമുക്ക് നടക്കുമ്പോഴും, പിന്നെ നമ്മുടെ കാല് ബെൻഡ് ചെയ്യാൻ, അതായത് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട് മടക്കാൻ, ബെൻഡിങ് ദ നീ, പിന്നെ നമ്മുടെ ഹിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ നടക്കുന്നു, അതായത് കുറച്ച് നേരം നിൽക്കണം എന്ന് വിചാരിക്കുന്നു, അപ്പോൾ നമ്മുടെ ഹിപ്പ് ബോണിന് ഒരു പുഷ് കൊടുത്ത് ലെഗിനെ സ്ട്രെയിറ്റ് ആക്കി നമുക്ക് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിൽസ് കൂടിയാണ് ഈ 3 മസിൽസ്. അതുപോലെ നമ്മുടെ മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, കൺട്രോളിങ് ദ മൂവ്മെൻറ്റ്, അതപ്പോൾ ഓടുന്നു. പക്ഷെ ഓടുമ്പോൾ നമ്മുടെ കാലിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസാണ് ഈ ഹാംസ്ട്രിങ് മസിൽസ്. നമ്മൾ പൊതുവേ ഇത് കാണുന്ന പ്രശ്നങ്ങൾ, ഇതിന് വരുന്ന കോമൺ ഇഷ്യൂസ്, അതായത് സ്ട്രെയിൻസ് വരാം, അല്ലെങ്കിൽ പുൾസ്, അതായത് നമ്മുടെ മസിൽ ഫൈബേഴ്സ് ഒരുപാട് സ്ട്രെച്ച് ആവുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് മസിൽ ടയർ. ഇത് കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഫാസ്റ്റസ്റ്റ് റണ്ണിങ് പീപ്പിൾ, അതായത് എസ്പെഷ്യലി അത്ലറ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഓടി പെട്ടെന്ന് നിർത്തുന്നു. സോ നമ്മൾ മസിലിൻ്റെ സ്ട്രെയിനും പുള്ളിനും ഇത് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് മസിൽ ടൈറ്റ്നസ് വരുന്നുണ്ട്. അതായത് നമ്മൾ കുറേ നേരം നിൽക്കുന്നതും കുറേ നേരം നടക്കുമ്പോൾ നമ്മുടെ മസിൽ സ്ട്രെച്ച് ആവുന്നില്ല, അപ്പോൾ ഒരു സ്റ്റാഗ്നൻറ്റ് പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ മസിലിന് ടൈറ്റ്നസ് വരുന്നു. പിന്നെ അത് എങ്ങനെ മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി ഈ പ്രോബ്ലം കൊണ്ടല്ല, നമുക്ക് ലാസ്റ്റ് ബാക്ക് പെയിൻ ആണ് വരുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് മാറ്റാനായിട്ടാണ് ഇപ്പം ഞാൻ ഈ ഹാംസ്ട്രിങ് സ്ട്രെച്ചസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൂവ്മെൻറ്റ്സ് ലൂസ് ആവുകയും നമ്മുടെ മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. എസ്പെഷ്യലി നമ്മുടെ തൈ മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും അതുപോലെ മസിൽ ടൈറ്റ്നസ് കുറയ്ക്കാനും ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഫ്യൂച്ചറിൽ വരുന്ന ലോവർ ബാക്ക് പെയിൻ, പിന്നെ നിങ്ങളുടെ കാലും ഹിപ്പിൻ്റെയും ഫ്ലെക്സിബിലിറ്റി, ചിലവർക്ക് ഭയങ്കര സ്റ്റിഫായിരിക്കും ഇതൊക്കെ നമുക്ക് കൂട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് മൊത്തത്തിൽ നമ്മുടെ ഹിപ്പ് തൊട്ട് കാല് വരെയുള്ള ഒരു മസിൽസിന് നല്ല ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. കൂടുതലും പിന്നെ നമ്മൾ പറയുന്ന ഒരു എക്സസൈസ് ഈ സിറ്റിംഗ് പൊസിഷൻ, അത് എസ്പെഷ്യലി IT പ്രൊഫഷണൽസോ, ഒരുപാട് നേരം ഇരുന്നുകൊണ്ട് വേല ചെയ്യുന്നവർ, അത് അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്നുകൊണ്ട് വേല ചെയ്യുന്നവർ, അത് ഏതൊരു പ്രൊഫഷൻ ആകട്ടെ, അവർക്കെല്ലാം ഈ സ്ട്രെച്ചിങ് ആവശ്യമാണ്. സോ ദിസ് ഈസ് എ മാൻഡേറ്ററി എക്സസൈസ് വെർ എവ്രിവൺ ഷുഡ് ഡു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റോളിംഗ് മൊബിലിറ്റി എക്സസൈസ്. ഇതിന് മറ്റൊരു പേര് ഫോം റോളിംഗ്. മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് 3 ഏരിയാസിലാണ്. ഒന്ന് നമ്മുടെ അപ്പർ ബാക്ക്, that is known as thoracic spine, then your thigh muscles or the quad, then it is going to the calf roll. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ റോളർ പോലത്തെ ഉള്ള ഒരു ടൂളാണ്. അത് നമുക്ക് ആമസോണിലും അതുപോലെയുള്ള സ്പോർട്സ് ഷോപ്സിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് എന്തിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ മസിൽസിന് ഒരു പ്രഷർ കൊടുത്ത്, മസിൽസിനും അതുപോലെ കണക്റ്റീവ് ടിഷ്യൂവിനും ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മസിൽസിനെ റിലീസ് ചെയ്യാൻ, അതായത് മസിൽ സ്ട്രെച്ചിങ് കൊടുക്കാനായിട്ടും മസിൽസിനെ റിലീസ് ചെയ്യാനും, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ പ്രാക്ടീസ് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഒരു ജിം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയൊക്കെ സ്റ്റിഫായിരിക്കും. അപ്പോൾ നമ്മുടെ മസിൽസിൻ്റെ ടൈറ്റ്നസ് കുറയ്ക്കാനും, നമ്മുടെ മസിൽസിനോടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും, നമ്മുടെ മോഷൻ, അതായത് നമ്മൾ മൂവ്മെൻറ്റിൻ്റെ റേഞ്ച്, അതായത് നമ്മുടെ സ്ട്രെങ്ത്ത് ഒരു പോയിന്റ് വെച്ച്, ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു എക്സസൈസ് ചെയ്തിട്ടാണ് നമ്മളത് അടുത്ത എക്സസൈസൊക്കെ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ സ്ട്രെച്ചിങ് വിൽ ബി മോർ ആൻഡ് ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു വർക്ക് ഔട്ട് ഇൻ എ ബെറ്റർ വേ. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഫോം റോളർ, അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ എൻ്റെ എക്സസൈസിൽ കാണിക്കുന്ന ഈ ഫോം റോളർ, ഇതിൽ കുറച്ച് സ്പൈക്സും സെറേഷൻസും, അതായത് കുറച്ച് പോയിന്റഡ് ആയിട്ടുള്ള സെപ്പറേഷൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് നമുക്ക് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഈ ഫോം റോളർ നമ്മുടെ മിഡ് ബാക്ക്, അതായത് ഒരുപാട് കീഴെയും താഴെ പോകാൻ പാടില്ല, ലോവർ ബാക്ക് പോകാൻ പാടില്ല, ഷോൾഡറിന് കൂടുതലും മുകളിലോട്ടും പോകാൻ പാടില്ല, മിഡ് ബാക്കിൽ വെക്കണം. അതായത് നടുവിൽ, രണ്ടിനും ഒരു നടുവിലായിട്ട് വെച്ച് നമ്മുടെ കൈ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ റോൾ ചെയ്യാൻ നോക്കണം. അതായത് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഹിപ്പ് കുറച്ച് ഫ്ലോർ ലെവലിൽ നിന്നും എലിവേറ്റഡ് ആയിട്ട് വെച്ചിട്ട് വേണം ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ക്വാഡ് അല്ലെങ്കിൽ തൈ റോൾ. ഇത് നമ്മുടെ തൈ മസിൽസിന് റിലീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ആ റോളർ നമ്മുടെ തൈൻ്റെ അണ്ടറിൽ വെച്ചിട്ട് ഫ്രണ്ട് ഓഫ് ദ തൈസ് വെച്ചതിന് ശേഷം നമ്മുടെ ബോഡി സപ്പോർട്ട്, അപ്പർ ബോഡി സപ്പോർട്ട് എടുത്ത് നമ്മുടെ കൈ ഒരു സൈഡിൽ കൈ വെച്ചതിന് ശേഷം റോൾ ചെയ്യണം. ഏകദേശം 30 സെക്കൻഡ് കൂടുതൽ ഇത് റോൾ ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ മുട്ട് വെക്കുന്നതും ബെൻഡ് ചെയ്യാണ്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് വേണം ഈ എക്സസൈസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കാഫ് റോൾ. അതായത് നമ്മുടെ കാഫ് മസിൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. അതായത് നമ്മൾ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് തന്നെ 2 കൈയും പ്രോപ്പർ സപ്പോർട്ട് എടുത്ത് അപ്പുറത്ത്, അതായത് ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ റൈറ്റ് സൈഡാണ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൻ്റെ മുട്ടും മടക്കി വെച്ച് റൈറ്റ് മുട്ട് മാത്രം നമ്മൾ ഈ റോളിങ് ചെയ്യണം. അതായത് ഈ റോളർ താഴെ വെച്ച് കഫ് മസിൽസിൻ്റെ അവിടെ വെച്ച് നമ്മുടെ ഹാൻഡ് പ്രോപ്പർ പൊസിഷൻ എടുത്ത് സപ്പോർട്ട് എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ അപ്പുറത്തെ നമ്മുടെ കാലിന് മുട്ട് മടങ്ങാൻ പാടില്ല. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മസിൽ റിലീസ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോഡിയുടെ മൊബിലിറ്റിയും സർക്കുലേഷനൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഇനി പറഞ്ഞു തരാൻ പോകുന്ന അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫുഡ് റിലീസ് ബോൾ എക്സസൈസ്. നമ്മുടെ കാലിൻ്റെ ഫീറ്റ് കൊണ്ട് ചെയ്യുന്ന ഈ എക്സസൈസിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അതിനു മുമ്പ് ഞാനിത് എന്തിനാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള പെയിൻ റിലീവ് ആകുന്നു. അതുപോലെ തന്നെ ഇതൊരു ഡീപ്പ് ടിഷ്യൂ മസാജിങ് പ്രൊസീജിയറാണ്. നമ്മുടെ കാലിൻ്റെ ആർച്ച് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് ഒന്നെങ്കിൽ സീറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇത് ചെയ്യാം. നിൽക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വാളിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിലാണ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് എടുത്തിട്ട് വേണം നിങ്ങൾക്കത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് തെറ്റും. ഫസ്റ്റ് ഒരു ബോൾ, അതായത് നിങ്ങൾക്ക് എന്ത് ബോൾ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് പ്രിഫറബിളി നമ്മൾ കാണുന്ന നോർമൽ ടെന്നീസ് ബോളോ അല്ലെങ്കിൽ ഇപ്പോൾ ഡെക്കത്തലോൺ മസാജ് ബോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് ഏകദേശം ഒരു 200 റുപ്പീസ് വരുള്ളൂ. അല്ലെങ്കിൽ സ്പൈക്ക് ബോൾസ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ സ്പോർട്സ് ഷോപ്സിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക, കാലിൻ്റെ അടിയിൽ വെക്കുക. ഇപ്പോൾ ബോൾ ഈ സെൻറ്റർ ഓഫ് ഫൂട്ട് ആർച്ചിൻ്റെ അവിടെ വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ അമർത്തി പിടിക്കണം. അതായത് അതിനെ നല്ലോണം പ്രസ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം കാലുകൊണ്ട് പ്രസ് ചെയ്ത് അതിനെ ഉരുട്ടാനായിട്ട് ട്രൈ ചെയ്യുക. അതിനെ റോൾ ചെയ്യുക, ബാക്കിലോട്ടും മുമ്പിലോട്ടും നിങ്ങളുടെ ഉള്ളംകാല് വെച്ചിട്ട് നിങ്ങൾ ഇത് റോൾ ചെയ്ത് എടുക്കണം. ഇത് ഏകദേശം ഒരു മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ ഒരു കാലിൽ ചെയ്യാം. അത് മുമ്പോട്ട് കൊണ്ടുവരാം, പിന്നെ പിന്നോട്ട് കൊണ്ടുപോകാം. റോളിംഗ് മോഷനിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കിതിൻ്റെ ബെനിഫിറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ മസിൽസിനെ ടൈറ്റ്നസ് നിന്നും റിലീവ് ചെയ്യും. അതായത് എസ്പെഷ്യലി നമ്മുടെ പ്ലാന്റർ ഫെസൈറ്റീസ് എന്ന് പറഞ്ഞ മസിലിനെ ടൈറ്റ്നെസ്, അതായത് മസിൽ ടൈറ്റ്നസ് നിന്നും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സസൈസ് കൊണ്ട് സാധിക്കും. അടുത്തത്, നമ്മൾ ഓൾറെഡി ഒരു മൂവ്മെൻറ്റ് നമ്മൾ കാലിൽ ചെയ്യുമ്പോൾ അതിൻ്റെ നെർവ് എൻഡിങ്സിലെല്ലാം നല്ലതുപോലെ ബ്ലഡ് ഫ്ലോയും സർക്കുലേഷൻ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ കാലിൻ്റെ അറ്റം വരെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് ലോവർ എക്സ്ട്രീമിറ്റീസ് വരെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഈ ഒരു എക്സസൈസിന് സാധിക്കും. എസ്പെഷ്യലി ഷുഗർ പേഷ്യൻസ് ഒക്കെ പറയണ കേട്ടിട്ടില്ലേ, എനിക്ക് കാല് മൊത്തം തരിപ്പാണ്, എനിക്ക് ലാസ്റ്റ് കാലിൻ്റെ ടിപ്പിൽ, കൈയിൻ്റെ ടിപ്പിലെല്ലാം ചൂടുവെള്ളം വീണാലും അതുപോലെ തണുപ്പ് തൊട്ടാലും എനിക്ക് അതിൻ്റെ ഫീലിങ്സോ ഒന്നും അറിയുന്നില്ല, അത് എന്താണ് തൊടുന്നെന്ന് അറിയുന്നില്ല. അപ്പോൾ കാരണം അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. നമ്മുടെ ബോഡി ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് ചെയ്ത് ബോഡി ഫെറ്റിക് ആവുമെന്ന് പറയും. കാരണം അതിന് മസിൽ ഓൾറെഡി സ്ട്രെങ്തൻ ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് നമ്മളൊരു ലിമിറ്റ് വരെ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് റിവേഴ്സ് ചെയ്ത് കാലിന് ഒരു നല്ല റിലാക്സേഷൻ കൊടുക്കാനും ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ നിങ്ങൾ കണ്ട എല്ലാ എക്സസൈസും നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാണ്. ഒരു ട്രെയിനറിൻ്റെ പ്രോപ്പർ ഇൻസ്ട്രക്ഷനോട് കൂടി വേണം നിങ്ങളിതെല്ലാം ചെയ്യാനായിട്ട്. സോ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ട്രൈ ടു ഡൂ ഇറ്റ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് എ ജിം ട്രെയിനർ. ഞാനിപ്പോൾ പറയുന്ന വീഡിയോ നിങ്ങൾ ഈ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ ജിം ട്രെയിനർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അറിയുന്നവരായിരിക്കും. I hope this session was really useful to everyone who has watched. Don't wait to subscribe. The gym training sessions with lots of information and proper muscle training and proper movements is waiting for you. So don't miss the session.
Till then, bye from Dr. Maria.